VPP മുസ്തഫ, സന്ദീപ് വാര്യരും ബിന്ദു കിഷയും ഒരു പോയിന്റിൽ പറഞ്ഞു നിർത്തിയത് അല്പം വിലക്കയറ്റമൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും വളരെ സന്തോഷമായിട്ടാണ് ഇക്കുറി ഓണം ആഘോഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. VPP മുസ്തഫയുടെയൊക്കെ ഓണം എങ്ങനെയാണ്? കാസർഗോട്ടുകാർക്ക് ഓണം വളരെ കെങ്കേമമാണെന്ന് അറിയാം. അവിടെ വെജിനോടൊപ്പം നോൺ വെജ് വിഭവങ്ങളൊക്കെ കൂട്ടിയാണ് കാസർഗോട്ടെ ഓണം. ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ കാസർഗോട്ടെയും കണ്ണൂരെയും ഒക്കെ ഓണവിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. VPPയുടെ ഓണം എങ്ങനെയാണ് ഇക്കുറി? മാത്രമല്ല മലയാളിയുടെ ഓണം ചെറിയ വിലക്കയറ്റത്തിനിടയിലും സമൃദ്ധിയാണ്, സന്തോഷത്തോടു കൂടി. വയനാടിന് ദുഃഖമുണ്ടെങ്കിലും എന്നാണ് മറ്റ് അതിഥികൾ കൂടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. VPP മുസ്തഫ. തീർച്ചയായിട്ടും സീതാറാം യെച്ചൂരിയുടെ വേർപാട്, അതെ, വയനാട് ദുരന്തം, ഇതെല്ലാം ഉൾപ്പെടെയുള്ള പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ പ്രയാസകരമായ അനുഭവങ്ങളാണ് ഉള്ളത്. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഓണം ഉള്ളത് കൊണ്ട് ഗംഭീരമാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രയാസങ്ങൾക്കിടയിൽ നമ്മുടെ അതിജീവനത്തിനുള്ള ഒരു ഊർജം തരുന്ന ഒരു സംഗതിയാണ്. കാരണം മാവേലി തിരിച്ചു വരുന്ന ഒരു ദിവസമാണല്ലോ. അപ്പൊ അതിജീവനമാണല്ലോ ഈ വലിയ വരേണ്യത അദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തിയെടുത്തുനിന്ന് അദ്ദേഹം തിരികെ വരികയാണ്. അതുപോലെ പ്രയാസകരമായ ഈ സാഹചര്യങ്ങളിൽ അതിജീവനത്തിനുള്ള ഒരു ഊർജമായി ഈ സന്ദർഭത്തിലെ ഓണം മാറും. പക്ഷെ ഇത്തവണത്തെ ഓണം എല്ലാ പ്രതിസന്ധികൾക്കിടയിലും കേരളത്തിൽ ഗംഭീരമാവുകയാണ്. താങ്കളുടെ തന്നെ റേഞ്ചിലുള്ള മറ്റൊരു ചാനൽ കഴിഞ്ഞ ദിവസം വാർത്ത കൊടുത്തത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വിലക്കയറ്റമില്ലാത്തൊരു ഓണം എന്നാണ്. സാധാരണ ഓണം എടുക്കുമ്പോൾ വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വിലക്കയറ്റത്തെ കുറിച്ച് വാർത്ത വരാറുണ്ട്. റിപ്പോർട്ടറിൽ ഉൾപ്പെടെ ഒരു ചാനലിലും അങ്ങനെ ഒരു വാർത്ത ഇത്തവണ ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്ന് മാത്രമല്ല പച്ചക്കറികൾക്ക് നല്ല വിലക്കുറവാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കോഴിക്കോട് മാർക്കറ്റിൽ നിന്നുള്ള വിവരം വെച്ചുകൊണ്ട് വാർത്തകൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സർക്കാരിന്റെ പ്രതിസന്ധി, പക്ഷെ ആ പ്രതിസന്ധിക്കിടയിലും എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുത്തു. അല്ല, ഈവൻ KSRTC-കാർക്ക് പോലും, അവരാണ് വലിയ പ്രതിസന്ധിയിൽ ഉണ്ടായത്, അവർക്ക് പോലും കൊടുത്തു തീർത്തു. ഒറ്റത്തവണയായിട്ട് കൊടുത്തു. അവർക്ക് കഴിഞ്ഞ 2023 ഫെബ്രുവരി തൊട്ട് 2 ഗഡുക്കളായിട്ട് ശമ്പളം ഉണ്ടായിരുന്നത് ഇത്തവണ ഇതാദ്യമായിട്ട് അവർക്ക് ഒറ്റ ഗഡുവായിട്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു, പെൻഷൻ കൊടുത്തിരിക്കുന്നു. കേരളത്തിന്റെ റവന്യൂ കഴിഞ്ഞ ദിവസം നമ്മൾ കർണാടകം ഉൾപ്പെടെ പഞ്ചാബ് ഉൾപ്പെടെ തമിഴ്നാട് ഇങ്ങനെ BJP ഇതര സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് ചേർന്നപ്പോൾ നമ്മുടെ ഈ സാമ്പത്തിക സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഒരു ചർച്ച നടന്നു. അതിൽ കേരളത്തെ കുറിച്ചിട്ട് സൂചിപ്പിക്കപ്പെട്ടുള്ള ഒരു കാര്യം, നമ്മുടെ റവന്യൂന്റെ 70% ഇപ്പോൾ ഓൺ റവന്യൂ ആണ്. 25% മാത്രമേ നമുക്കിപ്പോ കുറച്ച് കാലമായിട്ട് കേന്ദ്രവിഹിതം ലഭിക്കുന്നു. അപ്പൊ ഈ പ്രതിസന്ധികളെല്ലാം കേന്ദ്രം തീർക്കുമ്പോഴും കേരളത്തിന്റെ ഓൺ റവന്യൂ നമുക്ക് ഈ പ്രയാസകരമായ സാഹചര്യത്തിലും വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് വലിയ അല്ലലില്ലാത്ത, കാണാൻ വിൽക്കേണ്ടി വരാത്ത ഒരു ഓണം നമുക്ക് ഇത്തവണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് വളരെ നല്ല നിലയിൽ തന്നെ കേരളം ഈ പ്രതിസന്ധികൾക്കിടയിലും മുന്നോട്ട് കൊണ്ടുപോകും. ഇതിന്റെ അരുൺ, എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഓണത്തിന്റെ ഐതിഹ്യം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ മാവേലിയും അതുപോലെ വാമനും എല്ലാം ചേർത്തുകൊണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയ കുസൃതി ചോദ്യം വേണമെങ്കിൽ ആളുകൾക്ക് പറയാം. പരശുരാമനും വാമനും ദശാവതാരങ്ങളിൽ പെടുന്നതാണ്. ഒരു യുഗത്തിലാണ് ഒരു അവതാരം, അതിനൊരു ശ്രേണിയുണ്ട്. അതനുസരിച്ചിട്ടാണെങ്കിൽ പരശുരാമനാണ് കേരളം സൃഷ്ടിക്കേണ്ടത്. ആ കേരളം ഭരിക്കുന്ന മഹാബലിയെയാണ് വാമനമൂർത്തി വന്ന് ചവിട്ടിത്താഴ്ത്തേണ്ടത്. പക്ഷെ ഒരു കുസൃതി വരുന്നത് എന്താ, പരശുരാമന് മുമ്പേയുള്ള യുഗത്തിൽ വന്നു പോകുന്നയാളാണ് വാമനമൂർത്തി. അങ്ങനെയാണെങ്കിൽ പിന്നാലെ വന്ന പരശുരാമൻ സൃഷ്ടിക്കുന്ന കേരളം ഭരിക്കുന്ന മാവേലിയെ അതിന് മുമ്പേ ഉള്ള യുഗത്തിൽ വന്നുപോയ നാരദരെ എങ്ങനെ ചവിട്ടിത്താഴ്ത്താം? ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ പോലും അങ്ങനെ കഥയിൽ ചോദ്യമില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഓണം ഇങ്ങനെ കൊണ്ടാടപ്പെടുന്നു? അതിന്റെ സന്ദേശമാണ് ഒരുപോലെ എന്നുള്ളതാണ്. ആ മനുഷ്യത്വത്തിന്റെ മാനവികതയിലുള്ള സന്ദേശമാണ്. അതാണ് മലയാളിയുടെ ഈ വലിയ ഓണം ഇങ്ങനെ ഒരു ദേശീയോത്സവമായിട്ട് മാറുന്നതിനുള്ള വലിയ ഒരു തലം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കൂടുതൽ ശക്തമായിട്ട് ഉയർത്തി. തീർച്ചയായിട്ടും VPP മുസ്തഫ, താങ്ക് യു. എനിക്കറിയാം ഒരുപാട് വിഷമങ്ങൾക്കിടയിലൂടെയാണ് കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഇടതുപക്ഷ പ്രവർത്തകർ, പ്രത്യേകിച്ച് CPM അനുഭാവികളും പാർട്ടി അംഗങ്ങളും കടന്നുപോകുന്നത്. സീതാറാം യെച്ചൂരിയുടെ നഷ്ടം അത്രമേൽ വലിയ വേദനയാണ്. വയനാടിൻ്റെ ദുഃഖം നമ്മുടെയൊക്കെ വേദനയാണെങ്കിലും എല്ലാവർക്കും സമൃദ്ധമായ ഓണാശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു മനുഷ്യന് ഒരു മൂല്യം, അതായിരുന്നു
വൺ മാൻ വൺ വാല്യൂ എന്നതായിരുന്നു മാവേലിയുടെ സന്ദേശം. അതാവട്ടെ ഇക്കുറി ഒരുമയുടെ പൊന്നോണത്തിൻ്റെയും സന്ദേശം.